ഹലോ, വീണ്ടും ഞാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എക്കണോമിക്സിൽ അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, ആ ചാപ്റ്റർ എന്നല്ല തേർഡ് ചാപ്റ്റർ, നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, മൈക്രോ എക്കണോമിക്സിലെ തേർഡ് ചാപ്റ്റർ. അതിന് ഷുവറായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഇത്തവണ വരാൻ ചാൻസ് ഉണ്ടെന്ന് എൻ്റെ മനസ്സ് ഒരുപാട് പറയുന്നതാണ്. എന്താണ് ആ ചോദ്യം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ചോദ്യം ഇതാണ്: ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം ദാറ്റ് ഷോസ് ആവറേജ് പ്രൊഡക്റ്റ്. എന്താണ് ആവറേജ് പ്രൊഡക്റ്റും കാണിക്കുന്നുണ്ട് ആൻഡ് മാർജിൻ പ്രൊഡക്റ്റ്. ഓക്കെ, മാർജിൻ പ്രൊഡക്റ്റ് എം പി കാണിക്കുന്നുണ്ട്, ദെൻ ടി പി എല്ലാം കാണിച്ചല്ലോ അല്ലേ. അപ്പോൾ ഈ സംഭവം എവിടെ വരുന്നത്? എ പി, ടി പി, എം പി. ഓക്കെ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത്? എ പി പഠിച്ചിട്ടുണ്ട്, ടി പി പഠിച്ചിട്ടുണ്ട്, ദെൻ എം പിയും പഠിച്ചിട്ടുണ്ട്. വേറെ എവിടെയല്ല സാറേ, എവിടെയാണ്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. എന്താണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വിഭേദാനുപാതക നിയമം എന്ന് പറയും അല്ലേ. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ വിഭേദാനുപാതക നിയമം, അങ്ങനെയുള്ള പറയുന്നത്. യെസ് വിഭേദകാനുപാത നിയമം. വിഭേദകാനുപാത നിയമം എന്ന് പറഞ്ഞാൽ ഈ നിയമം പഠിച്ചിട്ടുണ്ട്. അഥവാ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ എന്താണ് ടി പി, എ പി, എം പി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതെന്താണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണല്ലേ. അസ്ര കാലയളവിലെ ഉൽപാദന ധർമ്മത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടോ? നിർബന്ധമായും മക്കളെ ഇത് പഠിച്ചിട്ടുള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കും. കാരണം ഈ ഒരു കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ പരീക്ഷയ്ക്ക് മിക്കവാറും പേർക്കുള്ള ഡൗട്ടാണ് ഈ കർവിൻ്റെ ഷേപ്പ് ഇപ്പോഴും വരക്കാൻ അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ്, സാറേ കർവുകൾ മാത്രം വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തു തരുമെന്ന്. ഉറപ്പായിട്ട് മക്കളെ നിങ്ങളുടെ എക്സാമിന് മുൻപ് അങ്ങനെ വീഡിയോ ചെയ്തിരിക്കും. പോരെ, അങ്ങനെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കർവിന് മാക്സിമം കൂടുതൽ കർവുകൾ ഉൾപ്പെടുത്തി നമുക്കൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും അടുത്തൊരു കാര്യം പറയാനുള്ള, ഐഡന്റിഫൈ ടോട്ടൽ പ്രോഡക്റ്റ്. ഇതിൽ ടി പി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, എ പി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, എം പി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലേ. വളരെ ഈസിയായി നമുക്ക് പറയാൻ പറ്റും. ഓരോന്നോരോന്ന് ഞാൻ എഴുതി വെക്കണേ. നമുക്കറിയാം ടോട്ടൽ പ്രോഡക്റ്റ് ഇവിടെ തന്നിരിക്കുന്ന എ എന്ന് പറയുന്ന കർവാണല്ലേ. ടോട്ടൽ പ്രോഡക്റ്റ്. ബി എന്ന് പറയുന്നത് ഏത് കർവാണ്? ബി എന്ന് പറയുന്നത് ആവറേജ് പ്രോഡക്റ്റ് ആണ്. ദെൻ സി എന്ന് പറയുന്നത് ഏതാണ്? മാർജിനൽ പ്രോഡക്റ്റ് ആണല്ലേ. ഈ മൂന്ന് കർവ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അത് മൂന്നും കണ്ടെത്തി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് അവിടെ സ്കോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഉറപ്പിച്ചോളൂ, ചിത്രത്തിൽ ഏറ്റവും ടോപ്പിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ടാവും, ഏറ്റവും താഴെ മാർജിൻ പ്രോഡക്റ്റ് ഉണ്ടാവും, നടുവിലാണ് ആവറേജ്. അതായത് നമ്മൾ പറയുന്നത് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നടുവിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ നടുവിൽ വരുന്ന ആൾക്കാരേക്കാരും ആവറേജ്, ഏറ്റവും ടോപ്പിലേക്കാരും ടോപ്പിലുള്ള ആൾക്കാർ എന്തായിരിക്കും? ടോട്ടൽ പ്രോഡക്റ്റ് ആയിരിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. വിഭേദാനുപാതക നിയമം നമ്മളോട് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് പ്രകാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് ടി പി, എ പി, എം പിയുടെ കർവ് ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ എന്താ കാണിക്കുന്നത് ആദ്യം അറിയണം അല്ലേ. എന്താ ഇവിടെ കാണിക്കുന്ന കാര്യം നമുക്കറിയുന്ന കാര്യമാണ് ലേബറും ഔട്ട്പുട്ടും. എന്താ ഈ ലേബറിന് മാത്രം കൊടുക്കാൻ കാരണം? ഞാനിവിടെ ലേബറിന് തന്നെ കൊടുക്കുന്നത് കേട്ടോ. എന്താണ് ലേബറിന് കൊടുക്കാൻ കാരണം? നിങ്ങൾ പഠിച്ചിട്ടില്ലേ ലേബർ മാത്രമാണോ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്നത്? അല്ല, ലാൻഡ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ലേബർ ഉണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലേബർ മാത്രം ഉപയോഗിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ലോ വരുന്നത്. ഏത് ലോ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷോർട്ട് റണ്ണിൽ നമുക്ക് എന്തെങ്കിലും സാധനം പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും അവിടെ ഫോളോ ചെയ്യേണ്ട ഒരു റൂളുണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ലാൻഡ് ഉണ്ട്, അടുത്തത് ലേബർ ഉണ്ട്, മൂന്നാമത്തത് ക്യാപിറ്റൽ ഉണ്ട്, നാലാമത്തത് ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, എന്തുണ്ട്? ഓർഗനൈസേഷൻ ഉണ്ട്. ഈ നാലെണ്ണം ഉണ്ടായിട്ടും എല്ലാം നമുക്ക് തോന്നിയ പോലെ മാറ്റാനും കൂട്ടാനൊക്കെ പറ്റും? ഇല്ല. നമ്മൾ ഷോർട്ട് റൺ ആകുമ്പോൾ കുറഞ്ഞ കാലയളവിലേക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോഴായിരിക്കും കുറേ ഫാക്ടേഴ്സ് ഫിക്സഡ് ആയിരിക്കും. അവിടെ 2 ഫാക്ടേഴ്സ് ഉണ്ടാവും. ഫിക്സഡ് ഫാക്ടേഴ്സ് ഉണ്ടാവും, അഥവാ നിശ്ചിതമായി നമ്മൾ കണക്കാക്കപ്പെട്ടുണ്ടാവും. ആൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, അഥവാ വിഭേദകമായിട്ട് വരുന്ന മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സ് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒട്ടുമിക്ക ഫാക്ടേഴ്സും കോൺസ്റ്റന്റ് ആയിരിക്കും, അഥവാ ഫിക്സഡ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൂട്ടാൻ പറ്റുള്ളൂ. അതായത് ഷോർട്ട് റണ്ണിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെ, നമുക്ക് ഹ്രസ്വ കാലയളവിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഉൽപ്പാദക ഘടകം മാത്രമേ മാറ്റം വരുത്തിക്കൊണ്ടേ സാധ്യമാവുള്ളൂ എന്ന് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ നമുക്ക് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറഞ്ഞ കാര്യമാണ്, ഇഫ് യു ഹാവ് ടു റൈസ് ദ പ്രൊഡക്ഷൻ ലെവൽ, അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ ലെവൽ നമുക്ക് കൂട്ടണമെങ്കിൽ വി ഹാവ് ടു ചേഞ്ച് ദ ക്വാണ്ടിറ്റി ഓഫ് ഓൺലി 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഫാക്ടർ മാത്രം മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ലാൻഡ് നമ്മൾ എന്താക്കി? ഫിക്സഡ് ആക്കി മാറ്റി. ഓക്കെ, ക്യാപിറ്റൽ നമ്മൾ എന്താക്കി മാറ്റി? ഫിക്സഡ് ആക്കി മാറ്റി. ഓക്കെ, ഓർഗനൈസേഷൻ അത് എന്താക്കി മാറ്റി? ഫിക്സഡ് ആക്കി മാറ്റി. ഒരാളെ മാത്രം നമ്മൾ എന്ത് ചെയ്തു? വേരിയബിൾ ആക്കി മാറ്റി. അതാരായിരുന്നു? വേറെ ആരില്ല, ലേബർ മാത്രം എന്തായി മാറി? വേരിയബിളായി മാറി. വേരിയബിളായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ ലേബർ മാത്രം വേരിയബിളായ ഈ ഒരു സിറ്റുവേഷനാണ് നമ്മളിവിടെ നമുക്ക് ചിത്രീകരിക്കുന്നത്. ലേബർ മാത്രം ഞാനിവിടെ ചിത്രീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ ലേബർ കാണിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ലേബറും കാണിച്ചു, അതേപോലെ തന്നെ നമ്മളിവിടെ കൊടുക്കുന്നത് ഔട്ട്പുട്ട് ലെവലാണല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഔട്ട്പുട്ട് ലെവലാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, മാക്സിമം നമ്മുടെ ഔട്ട്പുട്ട് എത്ര ലെവൽ വേണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ
നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ കർവ് എവിടേക്കാണ് ആദ്യം വരയ്ക്കുക? ഏറ്റവും ടോപ്പിലായിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യം ആ കർവ് ഞാനാണ് വരച്ചേക്കണേ. യെസ്, കഴിഞ്ഞു. ഇത്രയുള്ള പരിപാടി. ടോട്ടൽ പ്രോഡക്റ്റ് ഞാൻ എന്ത് ചെയ്തു? വരച്ച് വെച്ചു. TP എന്ന് പേര് കൊടുത്തു. TP എന്ന് പേര് കൊടുത്തു. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി ആരംഭിക്കുന്നത്. അടുത്ത കർവ് നിങ്ങൾ വരക്കാൻ നിൽക്കരുത്. പകരം നമുക്ക് എന്ത് ചെയ്യാണ്ട് ഇതിനൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാനുണ്ട്. അത് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റേജുകളൊക്കെ ഒന്ന് തരംതിരിക്കാനുണ്ട്. അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമായിട്ടോ. നോക്കണേ, നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ സ്റ്റേജുകൾ ചെയ്യാൻ പോകട്ടോ. നോക്കണേ, ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ദെൻ തേർഡ് സ്റ്റേജ്. ഓക്കെ ആണല്ലോ? ഒരു ഏകദേശ ധാരണ വെച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജാണ്, ഇത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണ്, ഇത് നമ്മുടെ തേർഡ് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ ആണ് വരുന്നത് അല്ലേ? ഈ മൂന്നെണ്ണം നമുക്ക് കിട്ടിക്കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന കാര്യം പമ്പരല്ല, നമ്മൾ റോക്കറ്റ് വിട്ട പോലെ പോയിരിക്കും അല്ലേ? ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന സ്റ്റേജിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക? ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും, എല്ലാം ഇൻക്രീസിങ് ആയിരിക്കും. അപ്പോൾ ഇൻക്രീസിങ് ആയിരിക്കും മിക്കവാറും. ഇൻക്രീസിങ് റിട്ടേൺ ടു ഫാക്ടർ എന്ന് പറയുന്ന സ്റ്റേജാണ്. അപ്പോൾ അതായിരിക്കും ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ടാവുക. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന മാർജിൻ പ്രൊഡക്റ്റ് കർവ് നമ്മളവിടെ വരക്കാൻ പോകുന്നത്. നോക്കണേ, മാർജിൻ പ്രൊഡക്റ്റ് കർവ് നമുക്ക് 0 തന്നെ തുടങ്ങി നോക്കിക്കോട്ടോ. മാർജിൻ പ്രൊഡക്റ്റ് കർവ് നമ്മൾ വരച്ചു. മാർജിൻ പ്രൊഡക്റ്റ് കർവ് നമ്മളവിടെ വരച്ച് വെച്ചു. ഇനി ഞാനത് നേരെ ഇവിടെ കുറച്ച് നീട്ടി കൊടുക്കാട്ടോ. നീട്ടി കൊടുക്കുകയാണ്. ഇനി ആ കർവ് ഞാൻ എന്ത് ചെയ്യുന്നു? നേരെ ഈ പറയുന്ന പോയിന്റിൽ ഇവിടെ മുട്ടിച്ചതിന് ശേഷം താഴത്തേക്ക് കൊടുക്കുന്നു. മാർജിൻ പ്രൊഡക്റ്റ് കർവ് ഞാൻ വരച്ചു കഴിഞ്ഞു. മാർജിൻ പ്രൊഡക്റ്റ് കഴിഞ്ഞ് വരച്ചു കഴിഞ്ഞു. തീർന്നു വെച്ച് കഴിഞ്ഞാൽ തീർന്നിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഒരാൾ കൂടി ബാക്കിയുണ്ട്. തിലകൻ പറഞ്ഞ പോലെ ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. നോക്കിക്കോളെ, കാണിച്ചു തരാം. അതായത് മൂന്നാമത് അവസാനമായിട്ട് നമുക്ക് വരുന്ന ഒരാളുണ്ട്. അതായത് ഇവിടെ അവസാനം വരുന്ന ഒരാൾ. ഇവർ തമ്മിൽ തുല്യരാവുന്നൊരു പോയിന്റ് ഉണ്ട് അല്ലേ? തുല്യരാവുന്ന പോയിന്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ AP. അപ്പോൾ ഇതെങ്ങനെയൊക്കെ കിട്ടിയെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ മിക്കവാറും പേർക്കും ചിത്രം വരയ്ക്കുന്ന സമയത്ത് പാളി പോകുന്നൊരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ലടാ, മാക്സിമം പേർക്കും പാളി പോകുന്നൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മുടെ ചിത്രങ്ങളൊക്കെ യെസ് ഓക്കെ. മാക്സിമം പേര് നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാളി പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ചിത്രത്തിലെ ഒരു കോൺസെൻട്രേഷൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നുണ്ടോ? ഓക്കെ, യെസ്. ഇതാണ് നമ്മുടെ AP കേട്ടോ. ഇതാണ് നമ്മുടെ AP. ഇനിയാണ് ഈ ചിത്രത്തിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ച് ഞാൻ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ് കേട്ടോ. നോക്കിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാ കർവുകളും ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് ആണ്. ഫസ്റ്റ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതായത് ലേബറിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ടോട്ടൽ പ്രൊഡക്റ്റ് കൂടി, ആവറേജ് പ്രൊഡക്റ്റ് കൂടി, മാർജിൻ പ്രൊഡക്റ്റും കൂടി, എല്ലാം കൂടാണ് അല്ലേ? സ്റ്റേജ് 1. ഓക്കെ, എന്താണ് സ്റ്റേജ് 1 ആണ് കേട്ടോ പറഞ്ഞത്. സ്റ്റേജ് 1ലെ കാര്യമാണ്. TP, AP, MP ഇത് മൂന്നും കൂടുന്ന സ്റ്റേജാണ് ഒന്നാമത്തെ സ്റ്റേജ്. എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്നാൽ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് നിങ്ങൾ നോക്കിയേ, ഈ പറഞ്ഞു കൊടുത്തൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ AP, TP, MP ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഈ പറഞ്ഞ AP, TP, MP ഒക്കെ, ഈ പറഞ്ഞിരിക്കുന്ന AP, TP, MP ഒക്കെ ഓക്കെ, ഇവർ തുല്യമായിട്ട് വരുന്നൊരു പോയിന്റ് ഉണ്ട് അല്ലേ? തുല്യമായിട്ട് വരുന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലൂടെ കടന്നു പോവാണ്. നോക്കിക്കോളൂ, ഇവർ തുല്യമായിട്ട് വരുന്ന പോയിന്റ്. ഓക്കെ, നമ്മുടെ ചിത്രത്തിലാകണ വരഞ്ഞു പോയത്. ഓക്കെ, നോക്കിക്കോളൂടാ. നമ്മളെ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തുല്യരായിട്ട് വരുന്നൊരു പോയിന്റ്. ഓക്കെ, തുല്യരായിട്ട് വരുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ MP കർവ് ആദ്യം തന്നെ അതിൻ്റെ മാക്സിമം എത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നാമത്തെ സ്റ്റേജ് കഴിയാനായപ്പോഴേക്കും എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യാൻ നേരത്തെ ഓക്കെ, അറ്റ് ദ പോയിന്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? MPയും APയും തുല്യരായി കഴിഞ്ഞു. MPയും APയും തുല്യരായി കഴിഞ്ഞ് പോവുകയാണ് ചെയ്തത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്ത് രണ്ടാമത്തെ സ്റ്റേജ് തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്തു? അപ്പോഴേക്ക് MPയും APയും തുല്യരായിരുന്നു. അതാണ് ആ പോയിന്റ്. അതിനുശേഷം സെക്കൻഡ് സ്റ്റേജ് ആണ് പറയുന്നത്. ഇനി സ്റ്റേജ് 2. ഓക്കെ, സ്റ്റേജ് 2 ആണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കൊള്ളണം, ഈ പറഞ്ഞിരിക്കുന്ന TP എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ AP കുറയുന്നുണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? MPയും കുറയുന്നുണ്ട്. ഇനി തേർഡ് സ്റ്റേജ് 3 ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. സ്റ്റേജ് 3 ചിത്രത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഈ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ്. മാക്സിമത്തിലെത്തി അല്ലേ? TP അതിൻ്റെ മാക്സിമത്തിലെത്തിയ പോയിന്റാണ്. TP അറ്റ് മാക്സിമം. ആ മാക്സിമത്തിലെത്തുന്ന സമയത്ത് എന്തായിരുന്നു? MP അവിടെ 0 ആയിരുന്നു. MP എന്തായിരുന്നു? MP = 0 ആയിരുന്നു. AP എപ്പോഴും ഡിക്ലൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ എന്താണ്? TP എന്ത് ചെയ്യുന്നു? കുറയുന്നു. പക്ഷേ ആ സ്റ്റേജിലാകുമ്പോൾ എന്ത് ചെയ്യുന്നു? AP വീണ്ടും കുറയുന്നു. AP 0 ആവുന്നില്ല. എന്നാൽ MP എന്താവുന്നു? MP നെഗറ്റീവായിട്ട് മാറുകയാണ്. ചെയ്യുന്നത് അല്ലേ? അപ്പോൾ TP മാക്സിമത്തിലെത്തുമ്പോൾ എന്താണ്? when TP maximum ആട്ടോ ഞാനിങ്ങനെ എഴുതുന്നത്. MP എന്തായിരുന്നു? MP എന്ന് പറഞ്ഞാൽ 0 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ടുള്ള റിലേഷൻ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ കർവ് വരച്ച് ഇങ്ങനെ തന്നെ വരച്ചാണ് പഠിക്കാൻ. ഇതിൻ്റെ വൃത്തിയുള്ളൊരു ചിത്രം ഞാനിതാ ഇവിടെ ചേർത്തിട്ടുണ്ട്. നോക്കിക്കോട്ടെടാ,
നോക്കിയേ, ടി പി മാക്സിമത്തിൽ എത്തുന്ന പോയിന്റാണ് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്. നിങ്ങൾ വിചാരിക്കും അല്ല, മാക്സിമത്തിൽ പോയിന്റ് അതല്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞിരിക്കുന്ന എം പിയും എ പിയും തുല്യമായിട്ട് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ പറഞ്ഞ എം പി കർവ് ആദ്യം കൂടിയിട്ട് കുറയുമ്പോഴാണ് ഇത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ് കാണിക്കുന്നത്. ആ സ്റ്റേജിൻ്റെ എൻഡിങ് പോയിന്റാണ് എന്ത് ചെയ്യുന്നത്, രണ്ടുപേരും തുല്യരാകുന്ന പോയിന്റാണ് പി എന്ന് പറഞ്ഞ പോയിന്റ്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ രണ്ടുപേരും തുല്യരാവുകയാണ് ചെയ്യുന്നത് അല്ലേ. ടി പി പിന്നെയും കൂടുന്നുണ്ട്. പിന്നെ ടി പി മാക്സിമത്തിൽ എത്തുന്ന എം പി അവിടെ 0 ആകുമ്പോൾ എന്തായിരിക്കും, ടി പി അതിൻ്റെ മാക്സിമത്തിലായിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പം ഇതാണ് യഥാർത്ഥത്തിലുള്ള കർവ്. ഓക്കെ, ഇങ്ങനെയാണ് ചിത്രം നമ്മൾ വരക്കാറുള്ളത്, ഇങ്ങനെ വരക്കാറുണ്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചിത്രം ഏതാടാ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ചിത്രം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ 3 സ്റ്റേജ് തിരിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ പഠിക്കരുത്, ഇത് തെറ്റാണ്. കാരണം എന്താ അറിയോ, നമുക്ക് തോന്നിയ പോലെ എം പിയും എ പിയും തുല്യരാക്കുന്ന പോയിന്റ് സെക്കൻഡ് സ്റ്റേജിൽ പറഞ്ഞ് അല്ല, അത് തെറ്റായുള്ള കാര്യമാണ്. എം പിയും എ പിയും തുല്യരാവുന്ന എവിടെയാണോ, നമ്മൾ ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നിടത്താണ്. ഫസ്റ്റ് സ്റ്റേജ് എൻഡ് ചെയ്യുന്നിടത്താണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ടുള്ള ചിത്രം. ഇത് വരച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. മിക്കവാറും പേർക്ക് തെറ്റിപ്പോകുന്നവരാണ്. ഇത് തോന്നിയ പോലെ വരക്കാൻ പാടില്ല, ഇത് ഇങ്ങനെയാണ് വരച്ചു പോകണം കേട്ടോ. അപ്പോൾ ആ റിലേഷൻ പഠിക്കാനുണ്ട്. എം പി എ പിയേക്കാൾ കൂടുതലാണ് സിറ്റുവേഷൻ. എം പി എ പിയേക്കാൾ കൂടുതലല്ലേ. നമുക്കറിയാം ഇതാണ് നമ്മുടെ എം പി കർവ്, ഇതാണ് നമ്മുടെ എ പി കർവ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എം പി ആണ് കൂടുതൽ, എം പി ആണ് കൂടുതൽ. ആ സമയത്ത് എന്തായിരിക്കും, എ പി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴുള്ള പ്രത്യേകത പറയുന്നത് കേട്ടോ, എം പി എന്താണ്, എ പിയേക്കാൾ കുറവാണ്. ആ സമയത്ത് എ പി എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് എം പി 0യേക്കാൾ ചെറുതാകുമ്പോൾ, അഥവാ എന്താണ് എം പി നെഗറ്റീവ് ആകുമ്പോൾ, എം പി നെഗറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും, ടോട്ടൽ പ്രോഡക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എ പി എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലെവൽസ് ഒക്കെ പോയിന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ചിത്രം ഇങ്ങനെയാണ് വരച്ചെടുക്കേണ്ടത്. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ കുറച്ച് കാര്യം കൂടി പഠിക്കാനുള്ളത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നിങ്ങൾ പഠിച്ചേണ്ടത് ഈ ഒരു റിലേഷൻസ് പഠിക്കാനാണ്. നിങ്ങൾക്ക് ഇവിടെ റിലേഷൻസ് പഠിച്ചേക്കാനുണ്ട്. അപ്പോൾ ആ റിലേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ടി പിയും എം പിയും തമ്മിലുള്ള, ടി പി ആൻഡ് എം പി തമ്മിലുള്ള റിലേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നോക്കി വെച്ച് പഠിച്ചോളൂ കേട്ടോ. എം പിയും ടി പിയും തമ്മിലുള്ള റിലേഷൻ, വെൻ ടി പി ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്. ഓക്കെ, ഫാസ്റ്റായിട്ട് ടി പി കൂടുമ്പോൾ, അതായത് ടി പി എന്താണ് വളരെ ഫാസ്റ്റായിട്ട് കൂടുന്ന സമയത്ത്, ഓക്കെ, ഇൻക്രീസിങ് റേറ്റിൽ കൂടുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മുടെ എം പിയും എന്താണ്, എം പി ഓൾസോ ഇൻക്രീസസ് ആണ്. ടി പി ഫാസ്റ്റായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എം പിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, വെൻ ടി പി ഇൻക്രീസസ് അറ്റ്, ഓക്കെ, ഡിമിനിഷിങ് റേറ്റ് പറഞ്ഞാൽ എന്താണ്, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റേറ്റ്. ഓക്കെ, വളരെ ചെറിയ രീതിയിലുള്ള വളർച്ചയുള്ളൂ. ഡിമിനിഷിങ് റേറ്റിലാണ് കൂടുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ എം പി എന്ത് ചെയ്യും, എം പി ആ സമയത്ത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. എം പി എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. ഓക്കെ, കുറയാൻ തുടങ്ങും. ആ സിറ്റുവേഷൻ ഞാനിവിടെ ചിത്രത്തിൽ കാണിച്ചാൽ നോക്കിയേ, ഇവിടം വരെ വളരെ റോക്കറ്റ് പോലെ പോയിരുന്ന സാധനം പിന്നെ എന്താണ് വളരെ സ്മൂത്തായിട്ട് കുറച്ച് പതുക്കിയാണ് പോകുന്നത് അല്ലേ. ഗ്രോത്ത് കുറച്ച് പതുക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പോയിന്റ് മാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 10 കൊടുക്കാം. നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് എന്തായിരിക്കും വരിക, ഈ ഒരു പോയിന്റ് 12 ഒക്കെ ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ 0 മുതൽ 10 വരെയുള്ള അത്രയും ഗ്രോത്ത് ഒന്നും സെക്കൻഡ് സ്റ്റേജിൽ കിട്ടുന്നില്ല. വളരെ കുറഞ്ഞ ഗ്രോത്ത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ടി പി ഇൻക്രീസസ് അറ്റ് ഡിമിനിഷിംഗ് റേറ്റ്, എം പി കുറയും. ഓക്കെ, ഇത് മലയാളത്തിലാകുമ്പോൾ നിങ്ങൾ അതുപോലെ എഴുതിച്ചാൽ മതി. ഈ ഒരു കാര്യമാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ അതുകൊണ്ടാണ് ഏറ്റവും സിമ്പിൾ ഇംഗ്ലീഷ് പറഞ്ഞേക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, വെൻ ടി പി ഈക്വൽ ടു മാക്സിമം, ടി പി മാക്സിമം ആവുന്ന സമയത്ത് എന്തായിരിക്കും, എം പി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എം പി 0 ആയിരിക്കും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പറഞ്ഞ പോയിന്റ് ഉണ്ട്, വെൻ ടി പി ഡിക്ലൈൻ, എപ്പോഴാണോ ടി പി കുറയാൻ തുടങ്ങുന്നത്, ടി പി കുറയാൻ തുടങ്ങുന്ന സമയത്ത് എന്താവും, എം പി എന്താവും, എം പി ഈക്വൽ ടു നെഗറ്റീവായിട്ട് മാറും. എം പി എന്തായി മാറും, നെഗറ്റീവായിട്ട് മാറും. ഈ ഒരു കാര്യമാണ് നിങ്ങൾ ടി പി എം പിൻ്റെ റിലേഷനിൽ പഠിച്ചേക്കുന്നത്. ടി പി എം പിൻ്റെ റിലേഷനിൽ പഠിച്ചേക്കേണ്ടത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം എ പി എം പിൻ്റെ റിലേഷൻ എന്താ പഠിക്കേണ്ടത് അല്ലേ. എ പി എം പി റിലേഷനാണ് ഞാനിവിടെ ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായത്. ആ ഒരു കാര്യം ഞാനിവിടെ എഴുതിയേക്കാം. എ പിയും എം പിയും തമ്മിലുള്ള റിലേഷൻ, എ പി എം പി തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. ഇതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിലേക്ക് പഠിച്ചെടുക്കുക. നോക്കിക്കൊണ്ടിടാം. അതായത് നമ്മൾ പറയുന്ന കാര്യം, വെൻ എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി, എം പി എ പിയേക്കാൾ കൂടുതലാകുമ്പോൾ എന്തായിരിക്കും, എ പി ആ സമയത്ത് കൂടുതലായിരിക്കും. എ പി ആ സമയത്ത് കൂടുതലായിരിക്കും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, വെൻ എം പി ഈക്വൽ ടു എ പി ആവുന്ന സമയത്ത് എന്തായിരിക്കും, എ പി അതിൻ്റെ മാക്സിമത്തിലായിരിക്കും. എ പി ഈക്വൽ ടു മാക്സിമം ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ, വെൻ നമ്മുടെ ഈ പറയുന്ന എം പി എ പിയേക്കാൾ ചെറുതാകുന്ന സമയത്ത് എന്തായിരിക്കും, എ പി ആ സമയത്ത് എന്ത് ചെയ്യും, കുറയാൻ തുടങ്ങും. എ പി ആ സമയത്ത്
കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ റിലേഷൻസ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് നിങ്ങൾ MP AP തമ്മിലുള്ള റിലേഷനിൽ പഠിച്ചേക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ? ഇത് കൃത്യമായിട്ട് പഠിച്ചോളൂ മക്കളെ. ഈ ഒരു കാര്യം തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും നിങ്ങൾ ആകെ പഠിച്ചേക്കുന്ന കാര്യം. അതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എജുവേർഡ്. ബൈ.